ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം എടുത്തു വെക്കുന്ന ഇതിൽ നിന്നും നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളെല്ലാം വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ക്രാഫ്റ്റ് ഐഡിയകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന 3 ഫ്ലവർ മേക്കിംഗ് ഐഡിയകളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവറൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ചെറിയൊരു പീസാണ്. ഇതിൽ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈർക്കിളി വേണം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. നൂലും എടുത്തിട്ടുണ്ട്, വേസ്റ്റ് കോട്ടനും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് കോട്ടൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഈർക്കിളിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഫ്ലവറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാനുള്ളത് ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. നമ്മളത് ചുരുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ഇവിടെ ആയിട്ട് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇലകളൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പം നമ്മളിവിടെ 2 പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വീണ്ടും നമ്മളതൊന്ന് നിവർത്തിയെടുത്തതിന് ശേഷം ഒന്ന് ചുരുക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ചൊന്ന് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണിത്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ 3 ക്രാഫ്റ്റ് ഐഡിയകളും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പീസും ഒന്ന് നിവർത്തിയെടുത്തതിന് ശേഷം വീണ്ടും ചുരുക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് കവറുകളൊന്നും വെറുതെ കളയാതെ എല്ലാവരും ഇതുപോലെയൊക്കെ വീട്ടിൽ ചെയ്ത് വെക്കണേ. പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമുക്കിവിടെ കൂടുതലും വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറാണ് കിട്ടാറുള്ളത്. ഇതുപോലെയാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഒരു ഫ്ലവറും കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസ് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ആദ്യമൊക്കെ പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ വൈറ്റ് കളർ തന്നെയാണ് കൂടുതലും കിട്ടാറുള്ളത്. എപ്പോഴെങ്കിലുമൊക്കെ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറും കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ 2 പൂക്കൾ വളരെ സിമ്പിളായി ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ചുറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ഗ്രീൻ ടാപ്പ് ഒന്നും എടുക്കുന്നില്ല, പ്ലാസ്റ്റിക് കവർ തന്നെയാണ് തണ്ടിലൊക്കെ ചുറ്റിയെടുക്കുന്നത്. മുഴുവനായും വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ക്രാഫ്റ്റ് വർക്കുകളും ഇന്ന് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ തണ്ടിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മളതിൽ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് 2-3 തവണ ആവർത്തിച്ചൊന്ന് ചുറ്റി കൊടുക്കണം. ഒരു തവണ മാത്രം ചുറ്റിയെടുത്താൽ നമ്മളത് കെട്ടിക്കൊടുത്തിട്ടുള്ള നൂല് പുറത്തേക്ക് കാണും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ടിലും കൂടെ പ്ലാസ്റ്റിക് കവറൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ 2 പൂക്കളുടെ തണ്ടിലും പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റി കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ. എങ്ങനെയുണ്ട് നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മുടെ 2ാമത്തെ ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെയാണ് പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെയായിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്കിത് ഈർക്കളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ചെയ്തെടുത്തതിനേക്കാളും സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മളത് നൂലൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമ്മളതൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ അരികു വശത്തൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മളത് വിരൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. പ്ലാസ്റ്റിക് കവർ കീറിപ്പോവാത്ത വിധത്തിൽ പതുക്കെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മളത് മുഴുവനായും ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ തണ്ടിലും ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിലൊരു കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് കട്ട് ചെയ്തത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള രണ്ടാമത്തെ ഫ്ലവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാൻ ആരും മറന്നു പോകരുതേ. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യത്തെ ഫ്ലവർ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വീതി കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്ത് വെക്കണം. ഇതുപോലെ നമ്മളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഈർക്കിളിയും കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ചുരുക്കിയെടുക്കണം. അതിനുശേഷം നമ്മളത് ഈർക്കിളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മളിതിൽ നൂല് വെച്ച് കെട്ടിക്കൊടുത്ത ഭാഗത്ത് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ നൂല് കാണാതിരിക്കാൻ വേണ്ടി അതൊന്ന് ചുറ്റിക്കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ താഴെ വീണ്ടും ഇത് വെച്ച് കെട്ടിക്കൊടുക്കണം. നമ്മുടെ ഈ ഒരു ഫ്ലവറും നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പൂക്കൾ മാത്രമല്ല നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ചുരുക്കിയെടുത്തതിന് ശേഷം ഈർക്കിളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നൂല് കാണാതിരിക്കാൻ വേണ്ടി ഓരോ തവണ വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷവും വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ചുറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസാണ് ചുറ്റി കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ നമ്മൾ ഒരുപാട് നീളത്തിലുള്ള ഈർക്കിളിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മളിവിടെ ചെറിയൊരു പീസ് ഈർക്കിളിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ മൂന്നാമത്തെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ വേറെ രണ്ടെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് 3 ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ 3 ക്രാഫ്റ്റ് വർക്കുകളും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള 3 തരം പൂക്കളിൽ നിങ്ങൾക്ക് ഏത് ഫ്ലവറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുതേ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.